ഹായ് ഹലോ, നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കിയല്ലോ. നമ്മുടെ ഇന്നത്തെ കേക്ക് റവയും ക്യാരറ്റും വെച്ചാണ്. അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു കപ്പ് റവയാണ്, വറുത്തതോ വറുക്കാത്തതോ ആയ ഒരു കപ്പ് റവ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്യുകയോ ഗ്രേറ്റ് ചെയ്തോ വെക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഈ റവയിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നു. അരക്കപ്പ് പഞ്ചസാര റവയും കൂടെ നമുക്ക് മിക്സിയിൽ പൊടിച്ചു കൊണ്ടുവരാം. ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആഡ് ചെയ്യാം. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ക്യാരറ്റ് നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് കുറച്ച് പാല് വേണം. അപ്പോൾ ഈ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാരയും റവയ്ക്കകത്തും നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാല്, ഒരു കപ്പ് വേണ്ട, 3/4 കപ്പ് പാല് നമുക്ക് ആഡ് ചെയ്യാം. 3/4 കപ്പ് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ അതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു ചെറിയ ബൗളിലോട്ട് നമുക്കതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതെല്ലാം ഞാൻ ചെറിയൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് അതിനകത്ത് മിക്സിയിൽ നിന്ന് നമുക്ക് വടിച്ചെടുക്കാം. എല്ലാം ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ബൗളിലേക്ക് മാറ്റി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി റെഡിയാക്കി നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് നമ്മൾ തുറന്നു. നന്നായിട്ട് സ്മൂത്തായിട്ടിരിക്കുകയാണ്. നല്ല കുതിർന്ന് എല്ലാം റെഡിയായിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാനുണ്ട്. ഇത് നമ്മൾ എഗ്ഗൊന്നും ചേർക്കാത്ത കേക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഫ്ലേവറുകളല്ലാത്ത ഏതെങ്കിലും ഓയിൽ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ആ ഓയിലും ഇതെല്ലാം ബാറ്ററിനകത്തോട്ട് നല്ല മിക്സ് ആവാൻ വേണ്ടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഓയിൽ ഇഷ്ടമില്ലാത്തവർ പിന്നെ വെജിറ്റേറിയൻ അല്ലാത്തവർക്ക് എഗ്ഗ് വേണമെങ്കിലും നമ്മൾ ആ മിക്സി ആദ്യം ക്യാരറ്റൊക്കെ ഇട്ട് ബ്ലെൻഡ് ചെയ്യത്തില്ലേ, ആ സമയത്ത് നമുക്ക് എഗ്ഗ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എഗ്ഗ് വേണ്ടുന്നവർക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. പിന്നെ എഗ്ഗ് ആഡ് ചെയ്ത് സാധാരണ നമ്മൾ കേക്കിന് എഗ്ഗ് ആഡ് ചെയ്യത്തില്ല, അതുപോലെ നമ്മൾ ക്യാരറ്റ് അടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇത് അടിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ടേക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഏലക്കപ്പൊടി ഇല്ലാത്തവർ നമ്മൾ ആദ്യം പഞ്ചസാരയും റവയും കൂടെ പൊടിക്കത്തില്ലേ, അപ്പോൾ നമ്മുടെ ഏലക്കയുടെ സീഡ് അതിനകത്തിട്ട് പൊടിച്ചാലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഏലക്കയുടെ പൊടി ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഏലക്കയുടെ പൊടിയും സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഇതിനകത്ത് എല്ലാ ഭാഗത്തും വന്നാലേ നമുക്ക് കേക്ക് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ എത്ര നന്നായി ബീറ്റ് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും. ബീറ്ററൊന്നും വേണ്ട, നമ്മൾ സ്പൂൺ വെച്ച് തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കട്ടിയൊന്നും പിടിക്കാതിരിക്കത്തക്ക വിധത്തിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല വൃത്തിയായിട്ട്
കുറച്ച് നല്ലതായിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കിക്കുക. 5 മിനിറ്റ് അല്ല, സോറി, ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. എത്രയും ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ ട്രേ ഇല്ലെങ്കിൽ ഒരു സോസ് പാൻ ആയാലും മതി. ആ സോസ് പാനിനകത്ത് നമ്മൾ കുറച്ച് ബട്ടറോ ഓയിലോ തടവണം. ഞാനിപ്പോൾ ഇതിനകത്ത് ബട്ടർ തടവിയിട്ടുണ്ട്, കാരണം ഈ ബാറ്ററൊന്നും ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടറോ ഓയിലോ തടവിയിട്ട് ഈ ബാറ്റർ ഇതിനകത്തിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ കേക്ക് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രേ ഒന്ന് ജസ്റ്റ് ഡാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാരണം ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഡാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ അടുപ്പിൽ ഒരു കട്ടിയുള്ള പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ കുറേ ഇടുന്നുണ്ട്. അത് ഒരു നമ്മൾ കേക്ക് തിന്നുമ്പോൾ നല്ലൊരു കടിക്കാനൊക്കെ നമുക്ക് കിട്ടും, നല്ലതാണ്. പിന്നെ ഒരു അലങ്കാരം പോലെയാണ്, നല്ല ഭംഗിയാണ് അത് അവസാനം കേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കാണാനും ഒക്കെ. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതിൻ്റെ മുകളിലേക്ക് നല്ലതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യണം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നമുക്ക് കുറച്ച് ഇങ്ങനെ തട്ടിയിട്ട് നമ്മൾ സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗങ്ങളിലേക്കും ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പം എല്ലാ ഭാഗത്തേക്കും ആ ക്യാരറ്റൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏത് തരം നട്ട്സുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സും ബദാമുമാണ് ഉപയോഗിക്കുന്നത്. കാഷ്യൂ നട്ട്സ് നമുക്ക് ഇടാം. എല്ലാം നമ്മുടെ അലങ്കാരം പോലെ മുകളിലൊക്കെ കുറേ കാഷ്യൂ നട്ട്സ് ഇങ്ങനെ ഇടുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് തരം നട്ട്സുകളുണ്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിസ്തായോ പിന്നെ കാഷ്യൂ നട്ടോ ബദാം അങ്ങനെ എന്ത് തരം വാൾനട്ടോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ റേസിൻസ് വേണമെങ്കിൽ ചേർക്കാം. ഒക്കെ എല്ലാം ടേസ്റ്റിയാണ്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഇതൊക്കെ തിന്നാനൊക്കെ മടിയുള്ളവർക്ക് ചിലപ്പോൾ ഈ കേക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ 1ഉം 2ഉം ഒക്കെ പിള്ളേർ തിന്നുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാൻ, വലിയവർക്കും വെറുതെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ അതിൻ്റെ നമ്മുടെ ടിന്ന് പോലും തുറന്നു നോക്കാതെ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഇരിക്കും. അതൊന്നും എടുത്ത് കഴിക്കാനുള്ള ക്ഷമയൊന്നും ആർക്കും ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ പലപ്പോഴുമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടു. ഇല്ല, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കാഷ്യൂ നട്ട്സും ബദാമുമാണ്, അതെല്ലാം ഇട്ടു. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഞാൻ ചെറിയ മീഡിയം തീയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. എന്നിട്ടൊരു പാത്രം വെച്ച് നന്നായിട്ട് അടച്ചു. നിങ്ങളുടെ കേക്ക് ട്രേ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, സോസ് പാൻ ആയാലും മതി, നല്ല റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചു. ഇനി അതിൻ്റെ ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പേപ്പറോ എന്തെങ്കിലും വയ്ക്കാം. ഞാനിതിനകത്തൊരു ഗ്രാമ്പുമാണ് വെച്ചേക്കുന്നത്. ഗ്രാമ്പു വെച്ച് അടച്ചു. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു അരമണിക്കൂർ എടുത്തു ഇത് വേവാൻ വേണ്ടിയിട്ട്. ഡീമോൾഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി, ക്ഷമിക്കണം. നല്ല കേക്കാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്